വളരെ സിമ്പിളായ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ കുടുക്കിയത്. വളരെ ലളിതമാണത്, സിമ്പിളാണ്. അതിന് വലിയ ഡെക്കറേഷൻ്റെയും ബഹളത്തിൻ്റെ ഒരു കാര്യമില്ല. എന്താണ്? 1967 അവിടെ ഒരു ആക്ട് ഉണ്ടായി. 67-68 കാലത്തിൽ അവിടെ ഒരു ആക്ട് ഉണ്ടായി. അതുണ്ടാക്കിയത് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്, നാരായൺ സിംഗ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായ ആക്റ്റാണ്. അതെന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ മതം മാറ്റവും കടത്തിക്കൊണ്ടുപോലെ അതുപോലത്തെ കാര്യങ്ങൾ, മതം മാറ്റമാണ് പ്രധാനം, കൺവേർഷൻ്റെ. അത് കഴിഞ്ഞിട്ട് ജോലിക്കെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് കൊണ്ടുപോകുന്നത് ഹിന്ദു മതവിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യനിലേക്ക് മാറിയെന്ന് പറയുന്നവരെയാണ് കൂടുതൽ പേർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ മാറുന്നതിനെതിരെ വ്യാപകമായ തോതിൽ അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൻ്റെ ഗ്രാമസഭകളൊക്കെ വലിയ ബഹളത്തിലാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ഗ്രാമങ്ങളാണ് ബസ്തർ ജില്ലകൾ. അവിടെ ഗ്രാമസഭകൾ വളരെ ശക്തമാണ്. അവർ പല തീരുമാനങ്ങളുമുണ്ട്. അവർക്ക് നിയമങ്ങൾ വരെ അവർ ഉണ്ടാക്കുന്നവരാണ്. 90കളിൽ അവർ നിയമം ഉണ്ടാക്കിയവരാണ് സ്വന്തമായിട്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഗ്രാമസഭയ്ക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ നിയമം ഉണ്ടാക്കി അതിന് നിയമപരിരക്ഷ കിട്ടിയവരാണ്, വെറുതെ ഉണ്ടാക്കിയവരല്ല. ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് അവർ നിയമം ഉണ്ടാക്കി നിയമപരിരക്ഷ കിട്ടിയവരാണ്. ആ പരിരക്ഷ കിട്ടിയ അവിടെ 2013 കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ ഭരിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയൊരു നിയമം ഉണ്ടാക്കി. എന്താണ് നിയമം? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആക്ട്. അതായത് അവിടെ ഉള്ള കുട്ടികളെ, അത് മുതിർന്നതായാലും ചെറുതായാലും, വേറൊരു ജില്ലയിൽ കൊണ്ടുപോകണമെങ്കിലും, വേറൊരു സംസ്ഥാനത്ത് കൊണ്ടുപോകണമെങ്കിലും, വേറൊരു രാജ്യത്ത് കൊണ്ടുപോകണമെങ്കിലും ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് ആക്ട് പ്രകാരം 2013 പ്രകാരം ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് കിട്ടും, ഈ വിസ പോലെ, പാസ്പോർട്ട് പോലെ. ഇത് കന്യാസ്ത്രീകളെ കയ്യിൽ ഇല്ലാതിരുന്നു. 3 കുട്ടികളിൽ ഒരു കുട്ടി ഹിന്ദുവാണെന്നും പറഞ്ഞു, ഞങ്ങൾ മാറിയവരാണെന്ന് പറഞ്ഞു, ഇതിലേക്ക് മാറിയവരാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയമുണ്ടായി. അവരെ രേഖകൾ പരിശോധിച്ചപ്പോൾ അവർ ഒറിജിനൽ രേഖകളിൽ കിടക്കുന്നത് ഹിന്ദുക്കളാണ്. അത് അവർ കൺവേർട്ട് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വ്യാപകമായി മതം മാറ്റം നടക്കുന്നു. അതിനെതിരെ വലിയ തോതിൽ അവിടുത്തെ VHPയും പിന്നെ ബജ്റംഗദളും ക്രിസ്തീയ സമുദായക്കാരും ബന്ധക്കോസ്തുകാരും തമ്മിൽ വലിയ തർക്കം നടക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ നിയമം ഉണ്ടായത് 2013. അത് BJP ഒന്നുമല്ല, കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. അത് ഞാൻ കോൺഗ്രസിനെ BJPയും ഫേവർ ചെയ്തോ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, ഫാക്റ്റ് അതാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് നിയമം ഉണ്ടായത്. ആ നിയമം ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ജോലിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ കുറേ ചട്ടങ്ങളുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ കൺസെൻറ്റ് മാത്രം പോരാ. എൻ്റെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ ജോലിക്കായി ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാമെന്നാൽ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് കുടുംബത്തിലെ അച്ഛനും അമ്മയും എഴുതിയാൽ മാത്രം പോരാ. അത് വേണം, അതൊരു പേപ്പർ വേണം. ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അവിടെ അതിനൊരു പോർട്ടലുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, നമ്മൾ അക്ഷയയിലൊക്കെ പോയി സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിൽ പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇവരെ കൊണ്ടുപോകുന്ന സ്ഥലം, ജോലി, എത്ര വയസ്സ്, പ്രായം, എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതുള്ളൊരു സംവിധാനമുണ്ട്. ആ നിയമപരമായ ഡോക്യുമെൻ്റ് ഇല്ലായിരുന്നു. ചോദിച്ചപ്പോൾ ആദിവാസി യുവാവും കൂടെയാണ് പോയത്. ആദിവാസി യുവാവിൻ്റെ ഇടയിൽ ടിക്കറ്റും കയ്യിലില്ലായിരുന്നു. അവിടെ നിന്നാണ് ഈ പിടി വീണത്. ടിക്കറ്റ് കയ്യിലില്ലായിരുന്നു. ടിക്കറ്റ് സിസ്റ്റർമാരായിരുന്നു വെച്ചിരുന്നത്. ട്രെയിൻ ടിക്കറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റും ആദിവാസി യുവാവിൻ്റെ കയ്യിലില്ലായിരുന്നു. അവിടെ നിന്നാണ് സംശയം വന്ന് ഇതിലേക്ക് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആക്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ യമനിൽ കണ്ടില്ലേ, നിമിഷപ്രിയയ്ക്ക് ഒരു നിയമം കിടക്കുന്നത് കണ്ടല്ലോ. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഓരോ സ്റ്റേറ്റിനും കുഞ്ഞു കുഞ്ഞു നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഛത്തീസ്ഗഡിൽ പിള്ളേരെ പിടിക്കാൻ പോണവർ, ജാർഖണ്ഡിൽ പിള്ളേരെ പിടിക്കാൻ പോണവർ ഇതൊന്ന് ആലോചിച്ചോളുക. അവിടെ ഈ നിയമങ്ങളുണ്ട്. നിയമപരമായി നമുക്ക് കുട്ടികളെ കൊണ്ടുവരാം, മുതിർന്നവരെയും കൊണ്ടുവരാം. അല്ലാതെ എല്ലാ പ്രൊസീജിയർ ഇല്ലാതെ വന്നാൽ ഇതുപോലെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും.